താമര എന്താ പൂവല്ലേ? താമര പോവല്ലെന്ന് ചോദിക്കണം സംസ്ഥാന സർക്കാരിനോടായിരിക്കണം. കാരണം കേരളത്തിലെ പ്രത്യേക രീതിയിലുള്ള ഒരു ഭരണമാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ അർത്ഥമായിട്ടാണ് കേരളത്തിൽ ഈ വരാൻ പോകുന്ന കലോത്സവ വേദികളിൽ പുഷ്പങ്ങളുടെ പേരിൽ 25 പുഷ്പങ്ങളുണ്ട്. 25 വേദികളിലും താമരയില്ല. താമര എന്ന് കാണുമ്പോൾ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ വിചാരം കാവ്യമായിട്ട് അവർ കാണുന്നത്. അതുകൊണ്ടാണ് താമര കാരണം ചെളിയിൽ വിരിഞ്ഞാലും വളർന്നാലും പിന്നീട് അത് പുഷ്പിച്ച് വരുമ്പം വളരെ നൈർമല്യമുള്ള വളരെ ഭംഗിയുള്ളൊരു പുഷ്പമായിട്ടാണ് വരുന്നത്. അപ്പം അത് കാണുമ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് കാലിളകുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കലാമാമാങ്കം നടക്കുന്ന സ്ഥലം, അതാണ് സ്കൂൾ കലോത്സവ വേദി എന്ന് പറയുന്നത്. അവിടെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവാറുണ്ട്, പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാവാറുണ്ട്. കുട്ടികളുടെ വളരെ രസകരമായ ഏറ്റവും ആസ്വാദന മൂല്യമുള്ള കലയുടെ അവതരണം നടക്കുന്ന സ്ഥലമാണ്. ആ വേദികൾക്ക് 25 പുഷ്പങ്ങളുടെ പേരിടുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിനകത്ത് 25 പേര്. അപ്പോൾ അതിൽ ഏറ്റവും സുലഭമായിട്ട് കേരളത്തിൽ കാണുന്ന ഒരു പുഷ്പം എന്ന് പറയുന്നത് ഏതാ? താമരയാണ് ഒന്ന്. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന പുഷ്പം എന്ന് പറയുന്നത് കണിക്കൊന്നയാണ്. മറ്റൊന്ന് ദേശീയ പുഷ്പമാണ് താമര. ആ ദേശീയ പുഷ്പത്തിനെയാണ് ആ വേദിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അതെ, അതിൽ ഈ 25 പേരുകളിലും താമരയില്ല. കേരളത്തിലെ ആദ്യത്തെ 25 പൂക്കളുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 10 പൂക്കളുടെ പേര് പറഞ്ഞാൽ അതിലൊന്ന് താമരയായിരിക്കില്ലേ? കാരണം നമ്മളുടെ ആരാധനയിൽ ഉൾപ്പെടുന്ന, നമ്മളുടെ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോകുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൂ വേറെ ഇല്ല. അതും വളരെ പ്രത്യേകതകളുണ്ട്. സാധാരണ പൂക്കൾ നമ്മൾ എടുക്കുന്ന എവിടെ നിന്നാണ്? ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നൊക്കെയാണ്. ഇത് ഒരു ജലപുഷ്പം കൂടിയാണ് എന്നുള്ളതാണ്. ആ ജലപുഷ്പത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ കൂടെ ഭംഗിയുണ്ട്. നമ്മൾ കുറേ കൂടെ അതിൻ്റെ ഒരു വിശുദ്ധമായിട്ട് കൂടി കാണുന്നും കൂടിയുണ്ട്. അതുകൂടി വരുമ്പോൾ അതിനെ കൂടി നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ സംസ്കാരത്തെ, വിശ്വാസത്തെ, അതിനെ എല്ലാത്തിനെയും മാറ്റി നിർത്തണം എന്നുള്ള ഒരു ചിന്തയിൽ വളരെ സങ്കുചിതമായി പോകുന്നില്ല ഈ സർക്കാർ. ഇതിപ്പോൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെയും പിണറായി വിജയൻ്റെയും സ്വന്തമായിട്ടുള്ള താല്പര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് താമര കാണും. ഇപ്പോൾ തിരുവനന്തപുരം മൊത്തം താമരയാണ്. അപ്പോൾ ടോട്ടലി കേരളത്തിലും കൂടെ ഈ പുഷ്പങ്ങൾ വരുമ്പോഴേ താമരയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ താമരേനെ മാറ്റി നിർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ മുൻപുണ്ടായിരുന്ന ലോഗോ അതെന്തായിരുന്നു ശരിക്കും? അത് 1976 ഇറങ്ങിയ ഒരു ലോഗോയാണത്. ഒരു പ്രസിദ്ധീകരണം. ആ പ്രസിദ്ധീകരണത്തിലും താമരയായിരുന്ന ലോഗോ. അതിനെ മാറ്റി വിദ്യാരംഗത്തിന് അതിലൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഉള്ളിൽ എന്ന് പറയുമ്പോൾ താമര എന്ന് പറയുമ്പോൾ കാവ്യവൽക്കരിക്കപ്പെടുകയാണെന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ പുതുതലമുറകൾ എപ്പോഴും ഇപ്പോൾ കൂടുതലും BJPയോടോ അല്ലെങ്കിൽ കാവ്യയോടോ ഒരു താല്പര്യം വരുന്നതിന് അവർക്ക് ആത്മീയമായിട്ട്, ഇപ്പം അതിൻ്റെ ഉദാഹരണം ഭജന നമുക്ക് അറിയാമല്ലോ കാരണങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പുതുതലമുറ ഈ വേടനെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ആ മാറ്റങ്ങൾ കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം താമരയിലേക്ക് അടുക്കുന്നു കേരളം എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ശിവൻകുട്ടിക്കാണെങ്കിലും ഈ പറയുന്ന ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് മൊത്തത്തിലൊരു പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് താമരയെ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ താമരയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ആത്മീയമായിട്ടൊക്കെ തന്നെ നമ്മുടെ യോഗയിൽ പറയും. യോഗയിൽ ഈ മൂലാധാരം തൊട്ട് ആജ്ഞാചക്രം വരെ പറഞ്ഞിട്ട് അതിന് ശേഷം പറയുന്നത് സഹസ്രാര പത്മം എന്നാണ്. നമ്മുടെ തലയിൽ ഏറ്റവും മുകളിലുള്ള സഹസ്രാര പത്മം ഉണർന്നിട്ടാണ് ഒരാൾ ഈ പറയുന്ന ആത്മസാക്ഷാത്കാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് കയറി പോകുന്നതെന്ന്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ആ ശിവൻ എന്ന് പറയുന്നത് സഹസ്രാര പത്മമാണ്. അതും കടന്നു ചെല്ലുമ്പോഴാണ്, അവിടെ ചെല്ലുമ്പോഴാണ് ഭഗവാനെ കാണുന്നത് എന്ന് പറയും. അതുപോലെ തന്നെ ഇടശ്ശേരിയുടെ കവിതയ്ക്കകത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നത്, ചേറടിത്തട്ടിൽ താണ് കിടന്നേ മതിയാവൂ സാരസപുഷ്പത്തിന് സൂര്യനെ സ്നേഹിക്കുവാനെന്ന് ഒരു വരിയുണ്ട്. അതായത് ചേറിൽ നിന്ന് വളർന്നു വരുന്ന, കവിത പറഞ്ഞതുപോലെ ചേറിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ചെടിയാണ്, ഒരു പുഷ്പമാണ്. അത് ഏറ്റവും മുകളിലെത്തുമ്പോൾ ചേറിൻ്റെ ഏറ്റവും വിപരീതമായിട്ടുള്ള സുഗന്ധത്തോടുകൂടി, സൗരഭ്യത്തോടുകൂടി, അതിൻ്റെ വലിയ നൈർമല്യത്തോടുകൂടി നമ്മളിലേക്ക് എത്തുന്ന ഒരു വലിയ പുഷ്പം. അത് നൽകുന്ന സന്ദേശമുണ്ട്. നമ്മൾ മനുഷ്യരായിട്ട് ജനിക്കുന്നു. മനുഷ്യര് ഒരുപാട് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ദുഷ്കർമ്മങ്ങളും സത്കർമ്മങ്ങളും ഇതെല്ലാം കൂടി കലർന്ന കർമ്മങ്ങളും ഇതെല്ലാം ചെയ്യുന്നു. അതെല്ലാം നിറഞ്ഞ ചെളിയും ജലവും എല്ലാം, പാറയും അഴുക്കും അണുക്കളും എല്ലാം നിറഞ്ഞ ഭൂമിയിൽ നിന്ന് സദ്ഗുണത്തിലേക്ക് ഞാൻ സ്വയം തന്നെ ഈ ശരീരമായിരുന്നാലും, അതായത് മലിനമാക്കപ്പെട്ട ഇല്ലെങ്കിൽ മലിനം തന്നെയായ ശരീരമായിരിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം ഉയർന്നു വരാൻ ശേഷിയുള്ള ഒരു ആത്മാവ്, ഇല്ലെങ്കിൽ ഒരു താമര, ഇല്ലെങ്കിൽ ഒരു അംബുജം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഈ
താമര എന്ന് പറയുന്ന പുഷ്പം നൽകുന്ന പ്രത്യേകത. ഇത് ഹിന്ദു മതത്തിൻ്റെ മാത്രമല്ല, ഭാരതത്തിൻ്റെ തന്നെ വലിയൊരു പൈതൃകത്തിൻ്റെ, അതായത് ബുദ്ധമതത്തിനകത്ത് ഓം പത്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഓം മണി പത്മേ ഹോം എന്ന് പറയുന്ന ഒരു മന്ത്രം തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ജപിക്കുന്ന, അതായത് പത്മാസ്ഥിതസ്ഥനെ ദേവി എന്നാണ് പറയുന്നത്, പത്മാസനത്തിലിരിക്കുന്ന ദേവിയാണ്. നമ്മുടെ എല്ലാ ദൈവങ്ങളും പത്മത്തിൽ ആസനസ്ഥരായിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. അത്രയേറെ അവരുടെ അതിനുള്ള പ്രത്യേകതയും കൂടിയുണ്ട്. പണ്ട് ജഗതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ദൈവങ്ങൾ പത്മത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത്ര പോലും കനം അവർക്കില്ല എന്നുള്ളതാണ്. അതായത് അഹന്തയില്ലാത്ത, അഹന്തമുക്തമായിട്ടുള്ള അവസ്ഥയാണ് ദേവതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ നമ്മൾ പത്മത്തിലേക്കിരിക്കാൻ പ്രാപ്തരാവുന്ന രീതിയിലേക്ക് സ്വയം ദൈവങ്ങളായി ദേവതയാവാൻ ഉള്ള പ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ള സന്ദേശം കൂടി പത്മം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പറ്റിയിട്ട് നമുക്കറിയാം, നാഭിയിൽ നിന്ന് പത്മം ഉയർന്നു വരികയും ആ നാഭിയിൽ നിന്ന് വന്ന പത്മത്തിൽ നിന്ന് ശ്രീ ഭഗവാൻ ബ്രഹ്മാവ് ഉണ്ടാവുകയും ആ ബ്രഹ്മാവ് സകല സൃഷ്ടിയും ചെയ്യുകയും ചെയ്യുന്നു. അവിടെയും പത്മത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നമ്മുടെ സമസ്ത ജീവിത മേഖലകളിലും ഒരു വലിയ ആത്മീയമായ ഉണർവിൻ്റെ, ദർശനത്തിൻ്റെ, തത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നതാണ് പത്മം എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ, അതിനെ ഉൾക്കൊള്ളാനായിട്ട് ഈ സർക്കാരിൻ്റെ വിമുഖതയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഈ പത്മത്തിനെയോ അല്ലെങ്കിൽ ഈ താമരപ്പൂ എന്ന് പറയുമ്പോൾ അത്ര നൈർമല്യമായ ഒന്നിനെ പഠിക്കരുത് ഇന്നത്തെ തലമുറ. അത് മാത്രമാണ് ഈ പറയുന്ന പുഷ്പത്തിനെ ഇതിൽ നിന്ന് മാറ്റി, വേദിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ സർക്കാരുകൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ CPM. അവർ ചേർന്ന് നിൽക്കുമ്പോഴും അത് തന്നെയാണ് അവരുടെ മനസ്സിലുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ആ പൂവിൻ്റെ പേര്, താമരയുടെ പേര് വെക്കാതിരുന്നത് വളരെ നന്നായി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ നമുക്കിത് ചർച്ച ചെയ്യാനൊരു അവസരം വരുന്നത്. കാരണം താമരയെക്കുറിച്ച് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് അറിയാനുള്ള ഒരു അവസരം കൂടിയായി ഈ വിവാദങ്ങൾ. കാരണം അവർ വിവാദം ഒഴിവാക്കാൻ ചെയ്താണെങ്കിൽ പോലും എന്താണ് എന്ന താമരയെക്കുറിച്ച് എന്നൊരു അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ ഉദ്ദേശം എന്താ, അല്ലെങ്കിൽ താമരപ്പൂവിൽ എന്താണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു അവസരം കൂടിയല്ലേ ഇത്. തീർച്ചയായിട്ടും അവർക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാൻ തോന്നും. കാരണം ഇത്രയും പൂക്കളുടെ പേരുണ്ട്, അപ്പോൾ ഇതിൽ താമരപ്പൂ ഇല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കും. ഏത് പൂവിനെയാണോ നമ്മൾ അവഗണിക്കുന്നത് ആ പൂവ് വളർന്നു വരും. അതൊരു കഥ കൂടിയുണ്ട്. ഓണത്തിനുള്ള ഒരു ഐതിഹ്യമാണ്. തുമ്പപ്പൂവിനെ എല്ലാവരും മാറ്റി നിർത്തി. അപ്പോൾ തുമ്പപ്പൂവിനെ പൂക്കളുടെ കൂട്ടത്തിലേക്ക് കൂട്ടി ഈ പൂക്കളത്തിലേക്ക് വന്നില്ല. അവസാനം പാവം തുമ്പയെ വാരിയെടുത്തത് ദേവൻ വെച്ചു മൂർധാവിലെന്ന് പറയുന്ന ഒരു കഥയുണ്ട്. പാവം തുമ്പ മാത്രം മാറി നിന്നപ്പോൾ നേരെ മാവേലി മന്നനടുത്ത് ചെന്നിട്ട് ഈ തുമ്പപ്പൂവിനെ എടുത്തിട്ട് മൂർധാവിലാണ് വെച്ചത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃക്കാക്കര അപ്പൻ വെക്കുമ്പോൾ അതിന് മുകളിൽ തുമ്പപ്പൂവിനെ വെക്കുന്നത്. അപ്പോൾ അവഗണിക്കപ്പെട്ടവരെല്ലാം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തിരിച്ചു വരും എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ BJPയുടെയും സംഘപരിവാറിൻ്റെ ചരിത്രം കൂടി മനസ്സിലാക്കിയാൽ അറിയാൻ കഴിയും. ഇല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാൽ അറിയാൻ കഴിയും. മുഗളന്മാർ തൊട്ട് ഏതാണ്ട് 8 നൂറ്റാണ്ടോളം ഈ പറയുന്ന വൈദേശിക ശക്തികൾ മുഴുവൻ അടിച്ചമർത്തി ഭരിച്ചിട്ടും ഉയർത്തു വന്ന ഒരു പ്രസ്ഥാനമാണിത്. ഹിന്ദുക്കൾ, ഹൈന്ദവത, സനാതനം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്ര ചേറടി തട്ടിലേക്കൊരു വിത്ത് താണു പോയാലും അതിൽ നിന്ന് മുളച്ച പൊന്തി വന്ന് പുഷ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഈ സർക്കാരിനും കൂടി ബോധ്യമാവട്ടെ. ഇന്ത്യ ലൈവ് നിങ്ങളുടെ സഹായത്തോടെ, നിങ്ങളുടെ സഹകരണത്തോടെ, നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് ഇനിയും വേണം. നമ്മുടെ വീഡിയോ കാണുന്നതിനൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലിൻ്റെ ലോഗോയായ IND എന്ന് കാണുന്ന ആ ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അമർത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങൾ എത്തിക്കാൻ കഴിയുള്ളൂ. ഞങ്ങളെ സഹായിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കൊപ്പം, ഇന്ത്യ ലൈവിനൊപ്പം യാത്ര തുടരുക.